സൂര്യ നന്ദിനി 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 സൂര്യ നന്ദിനി ഇവിടെ ഇല്ലാന്ന് കള്ളം പറയാൻ എന്റെ മുറിയിലേക്ക് ആരും വരണ്ട. മര്യാദയ്ക്ക് പോയി വിളിച്ചോടാ പോ. നന്ദിനി ഇവിടെ ഇല്ല. ഇല്ലാത്ത നന്ദിനിയെ എവിടെ നിന്ന് വിളിച്ചുകൊണ്ടുവരാനാ? അവളുടെ അഹങ്കാരത്തിന് അവള് വീട്ടിലേക്ക് പോയി. ഇനി അവളെ ഞങ്ങൾ തേടി പിടിക്കണോ? നന്ദിനി പോകത്തില്ല. എന്റെ നന്ദിനി എങ്ങും പോകത്തില്ല. അവിടെ പോയില്ല. നന്ദിനി എന്താടി ഇവന് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നില്ലേ? എനിക്ക് താഴേക്ക് ഇറങ്ങണം. താഴെ നന്ദിനി ഉണ്ടോന്ന് എനിക്കറിയണം. നീ എങ്ങനെ താഴേക്ക് ഇറങ്ങാനാ? നിന്റെ കണ്ടീഷൻ എന്താന്ന് നിനക്ക് വലിയ ബോധ്യമുണ്ടോ? മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് കുറച്ച് പരിധിയുണ്ട്. ആദ്യം എന്തെങ്കിലും പറഞ്ഞ ഒന്ന് വിശ്വസിക്കേ. ഞാൻ നിങ്ങളെ ഒരിക്കലും വിശ്വസിക്കില്ല. എല്ലാം രാക്ഷസ ജന്മങ്ങളാ. കള്ളത്തരമാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഫോൺ എനിക്കിതാ. എനിക്ക് ഡോക്ടറെ വിളിക്കണം. എന്റെ ഫോൺ തരാൻ. എനിക്ക് വീൽ ചെയർ വേണം. എനിക്ക് താഴെ ഇറങ്ങണം. നിങ്ങൾ പറയുന്ന കള്ളത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ തെളിയിച്ചേരപ്പോ. ഫോണിൽ ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. എന്നോട് ഇപ്പൊ നീ ഒരാളെ ഫോണിൽ വിളിച്ചാ അയാള് മറ്റൊരാൾക്ക് ആ വിവരം കൈമാറും. പിന്നെ കൂടെ കൂടെ എല്ലാരും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. നീ ഫോണിൽ സംസാരിച്ചൂടാന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശം. നീ ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാ എന്ത് വേണമെങ്കിലും ആയിക്കോ. ഈ ഒരു അവസ്ഥയുടെ പേരിൽ എന്നെ ഇവിടെ തളച്ചിടാന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നേ? അങ്ങനെയാണ് നിനക്ക് തോന്നുന്നെങ്കിൽ അങ്ങനെ തന്നെ. ഇന്ദ്രജിത്ത് നീ വാ. ഇവനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. അസുഖം ബാധിച്ച് കിടക്കുമ്പോ ഒന്ന് തിരിഞ്ഞു നോക്കാത്തവരെ അവൻ ഇപ്പോഴും വിശ്വാസം. കൂടെ നിൽക്കുന്നവരെ അവന് വിശ്വാസം ഇല്ല. നിന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞ. എന്റെ വിവേകിനെ ഒരു കൊല്ലും നന്ദിനി. ആരതി, വിവേക് എന്റെ സഹോദരനെ പോലെയാ. വിവേകിനെ രക്ഷിക്കേണ്ട എന്റെ കൂടി ഉത്തരവാദിത്വം. നീ പത്മ മേഡത്തിനടുത്ത് ചെല്ല്. പത്മ മേഡം പറയുന്ന അനുസരിക്ക്. എങ്ങനെയാ നന്ദിനി നീ എന്റെ കൺമുന്നിൽ ഇങ്ങനെ ജീവനോട് നിൽക്കുമ്പോ നീ ഇവിടെയില്ല? ഇറങ്ങിപ്പോയതൊരു കള്ളം ഏട്ടനോട് എനിക്ക് പറയാൻ പറ്റുമോ? കാത്തിരുന്ന് നീ ഏട്ടനെ സ്നേഹിച്ചു തുടങ്ങിയതല്ലേ? ഏട്ടൻ നിന്റെ ജീവനാണെന്ന് നീ പറയാൻ തുടങ്ങിയതല്ലേ? അതൊന്നല്ല ഇപ്പോഴത്തെ പ്രശ്നം. വിവേക് പുറത്തിറങ്ങട്ടെ. എന്നിട്ട് തിരുത്തേണ്ടതൊക്കെ നമുക്ക് തിരുത്താം. ഞാൻ പറയുന്നതനുസരിക്കാരുതി. അവര് പറയുന്നത് പോലെ ഞാൻ ഏട്ടനോട് ചെന്ന് പറഞ്ഞ അതിന്റെ പേരിൽ ഏട്ടൻ നിന്നെ വെറുത്ത. അത് ഞാൻ സഹിക്കും. ഇതിലും വലിയ തീയിൽ ചവിട്ടി ഞാൻ നടന്നിട്ടുണ്ട്. ഞാൻ സഹിക്കുമാരുതി. ആരതി, ഒരു തെറ്റും ചെയ്യാത്ത വിവേകിന് എന്തെങ്കിലും പറ്റിപ്പോയാ നിന്റെ ജീവിതത്തിൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ?